പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ നൽകുമ്പോൾ അവർ അറിയാതെ നമ്മുടെ മൊബൈലിലെ പല സ്ഥലങ്ങളിലും ടച്ച് ചെയ്ത് മൊബൈലിലെ പല ഓപ്ഷനുകളിലും മാറ്റം വരുത്തുകയും നമ്മളറിയാതെ വാട്സപ്പുകളിലൂടെയും മറ്റും മെസ്സേജ് ഫോർവേഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുന്നത് പലപ്പോഴും വീഡിയോകൾ പ്ലേ ചെയ്ത് അവരുടെ കയ്യിൽ നൽകുമ്പോഴായിരിക്കും. എന്നാൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ കയ്യിൽ മൊബൈലിൽ വീഡിയോയോ മറ്റോ പ്ലേ ചെയ്ത് സ്ക്രീൻ ലോക്ക് ചെയ്തുകൊണ്ട് നൽകാൻ സാധിക്കും. അത്തരത്തിൽ സ്ക്രീൻ ലോക്ക് ചെയ്ത് വീഡിയോ പ്ലേ ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ കുട്ടികൾക്ക് പലപ്പോഴും മൊബൈൽ നൽകുമ്പോൾ അവർ അറിയാതെ തന്നെ പല സ്ഥലങ്ങളിലും ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ മൊബൈലിലെ പല ഓപ്ഷൻസുകളും മാറ്റം വരുത്തുകയും പിന്നീട് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുമുണ്ട്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രീൻ ലോക്ക് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ നമ്മൾ യൂട്യൂബിലോ മറ്റോ വീഡിയോ പ്ലേ ചെയ്ത് നൽകി കുട്ടികൾ അവരുടെ കൈ ടച്ച് ചെയ്തുകൊണ്ട് പലപ്പോഴും മറ്റ് പല ഓപ്ഷനുകളിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് തടയുന്നതിന് വേണ്ടി നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്ത് നൽകുമ്പോൾ നമുക്ക് ആ ഒരു സ്ക്രീൻ ലോക്ക് ചെയ്തുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ തടയാൻ സാധിക്കും. നമ്മുടെ മൊബൈലിൽ അത്തരം ഒരു ലോക്ക് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ പ്ലേ ചെയ്ത് നൽകിയാൽ പിന്നീട് ആ വീഡിയോയുടെ അപ്പുറത്തേക്ക് അവർക്ക് ടച്ച് ചെയ്യാനോ ഓപ്ഷനുകളിൽ മാറ്റം വരുത്താനോ സാധിക്കുകയില്ല. അങ്ങനെ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. വളരെ ചെറിയ ഒരു ആപ്ലിക്കേഷനാണ്. പ്രത്യേകിച്ച് അധിക ഓപ്ഷൻസുകളൊന്നുമില്ലാത്ത ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ പ്രവർത്തിക്കാമെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ചുവന്ന ലെറ്ററിൽ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് സൗജന്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും, നിങ്ങൾ അതുകൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ സ്ക്രീൻ ലോക്ക് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് മൊബൈൽ കയ്യിൽ കൊടുക്കാൻ സാധിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ നൽകുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നൊരു ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രൈവസി ആൻഡ് പോളിസി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ താഴെ കാണുന്ന ഗ്രീൻ കളറിലുള്ള ആക്സെപ്റ്റ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പെർമിഷൻ നൽകേണ്ടതുണ്ട്. ഈ ഒരു അലോ ഓവർലേ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പെർമിഷൻ ഇവിടെ എനേബിൾ ചെയ്ത് നൽകാം. തുടർന്ന് നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇടത് ഭാഗത്തേക്കൊന്ന് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും അവസാനമായി എത്തുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാത്രം ചെയ്താൽ മതി. പിന്നീട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തുടങ്ങാം. ഇനി ഞാൻ എൻ്റെ മൊബൈലിലെ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നമുക്ക് എങ്ങനെ ആ ഒരു മൊബൈൽ സ്ക്രീൻ ലോക്ക് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ മൊബൈൽ ഗാലറി ഓപ്പൺ ചെയ്യുകയാണ്. ആ ഒരു ഗാലറിയിൽ നിന്നൊരു വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് സ്ക്രീൻ ലോക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്. ഇങ്ങനെ പ്ലേ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. നമുക്കിവിടെ ടച്ച് ലോക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഒരു ലോക്ക് ചിഹ്നം കാണാൻ സാധിക്കും. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഈ സ്ക്രീനിൽ ഏത് ഭാഗത്തേക്കും മാറ്റാനോ അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിലെ മറ്റേതെങ്കിലും ഓപ്ഷൻസിലേക്ക് നീക്കാനോ സാധിക്കില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്ത് നൽകിയാൽ അവർക്ക് ആ ഒരു വീഡിയോയിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. മറ്റു ഓപ്ഷൻസുകൾ അവർക്ക് ടച്ച് ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു സ്ക്രീൻ ലോക്ക് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും. നമ്മൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നമുക്ക് ആ ഒരു ലോക്ക് ഇതുപോലെ അൺലോക്ക് ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമുക്കിത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിലുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും, നിങ്ങൾ അതുകൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.